PSC ഹോട്ട് ടോപ്പിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? സ്വദേശി മിത്രം, കേസരി, സംബാദ് കൗമുദി, ന്യൂ ഇന്ത്യ. സംബാദ് കൗമുദിയാണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ, DK കാർവേ, MA അൻസാരി, GG അഗാക്കർ. എന്താണ് ആൻസർ വരുന്നത്? DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി, മറാത്തി, ഉറുദു, ഹിന്ദി. ഇതിൻ്റെ ആൻസർ വരുന്നത് മറാത്തി ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ചത്. ഇതൊരു SCRT ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്, അബനീന്ദ്രനാഥ ടാഗോർ, ജ്യോതിറാവ് ഫൂലെ. ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ. ആൻസർ എന്താ വരുന്നത്? 1 തവണ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? KP കേശവ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ, NV കൃഷ്ണ വാര്യർ, K അയ്യപ്പൻ. അപ്പോൾ ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത്? NV കൃഷ്ണ വാര്യർ ആണ്. ഏഴാമത്തെ ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻ A ബ്രിട്ടൻ, ഓപ്ഷൻ B റഷ്യ, ഓപ്ഷൻ C അയർലൻഡ്, ഓപ്ഷൻ D കാനഡ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? റഷ്യയാണ് ആൻസർ വരുന്നത്. നമ്മൾ റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത്. ആരുടെ ഗവൺമെൻറ്റിലാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് നമ്മൾ മൗലിക കടമകൾ എന്ന ആശയം കൂട്ടിച്ചേർക്കുന്നത്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്കറിയാം ഗോപാലകൃഷ്ണ ഗോഖലെയും ചിത്തരഞ്ജൻ ദാസും ലാല ലജ്പത് റായും ഒക്കെ INCയുടെ പ്രസിഡൻസ് ആവുന്നുണ്ട്. ആരാണ് ആകെ ആവാത്തത്? ബാലഗംഗാധര തിലക് മാത്രമാണ് INC പ്രസിഡന്റ് ആകാത്തത്. ഒമ്പതാമത്തെ ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം, കല്ലുമല സമരം, ഇലക്ട്രിസിറ്റി സമരം, കയ്യൂർ സമരം. തുലാം 10 സമരം എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഇനി 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? സന്യാസി കലാപം, മലബാർ കലാപം, വെല്ലൂർ കലാപം, ശിപ്പായി കലാപം. അപ്പോൾ അറിയാം 1806 കലാപം എന്ന് പറയുന്നത് വെല്ലൂറാണ് 1806 നടന്ന കലാപം. 11ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? G ശങ്കരക്കുറുപ്പ്, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ, C കേശവൻ. അപ്പോൾ ആരാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? G ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പോൾ ആരാണ് ആൻസർ വരുന്നത്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുമാരനാശാനാണ്. ഇനി 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ ഇന്ത്യൻ ആമുഖം കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇനി ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? ആർട്ടിക്കിൾ 338B, ആർട്ടിക്കിൾ 336, ആർട്ടിക്കിൾ 302, ആർട്ടിക്കിൾ 334A. അപ്പം എൻ്റെ ആൻസർ എന്താ വന്നത്? 338B ആണ് ആൻസർ വന്നത്. 338B പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള പിന്നാക്ക വിഭാഗ കമ്മീഷനെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്? 338B എന്ന് പറയുന്നത്.
ഇനി 15ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 4A, ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 21. അപ്പം എന്താ ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 21 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 21ലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത്. എന്നാണ് നിലവിൽ വരുന്നത്? അത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 2002 86ാം ഭേദഗതി 2002. 16ാമത്തെ ചോദ്യം, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, സൗദി അറേബ്യ, റഷ്യ. പിന്നെ ആൻസർ വന്നത് എന്താണ്? യുണൈറ്റഡ് കിങ്ഡം ആണ് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയത്. ഇനി 17ാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് വാർത്താവിനിമയമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ ഓപ്ഷൻ 1969 to 74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വരുന്നു. അപ്പോൾ ഏതാ ശരി? 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ 1, 3, 4 ആണ് ശരി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഓർത്തിരിക്കാം. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായാണ് കണ്ടുപിടിക്കേണ്ട പ്രസ്താവന ഏത്? എ, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. അത് ശരിയാണ്. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി, അതായത് തിങ്ക് ടാങ്ക് എന്നാണ് നീതി ആയോഗിനെ അറിയപ്പെടുന്നത്. അതും ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആണ്, സഹകരണ ഫെഡറലിസത്തെയാണ് നീതി ആയോഗ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നമുക്കറിയാം ഡി തന്നെയാണ് തെറ്റ്. എന്നാലും ഒന്നുകൂടെ വായിച്ചു നോക്കാം. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ആണോ? അല്ല. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം ആണെന്ന് പറഞ്ഞതാണ്. ഇനി 20ാമത്തെ ചോദ്യം, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഇന്ത്യ പാക് യുദ്ധം 1971 ഇന്ത്യ പാക് യുദ്ധം വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നായിരുന്നു. ഇനി 21ാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയുടെ വിഭജനം, ജാലിയൻ വാലാബാഗ് സംഭവം, ഇന്ത്യ പാക് യുദ്ധം, ഗാന്ധിജിയുടെ മരണം. ഇപ്പം എന്താ ആൻസർ പറഞ്ഞത്? ഗാന്ധിജി മരിക്കുന്ന സമയത്ത് നെഹ്റു പറയുന്ന വാക്കുകളാണിത്. ഇനി 22ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂര്, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. എന്താ ആൻസർ വരുന്നത്? മൈസൂരാണ്. നമുക്കറിയാം ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഒക്കെ അവസാനം നാട്ടുരാജ്യത്തിൽ ചേരാണ് ചെയ്യുന്നത്. അതിൽ ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളായിരുന്നു. ലാസ്റ്റാണ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. മൈസൂരൊക്കെ ആദ്യം തന്നെ ചേരുന്നുണ്ട്. 23ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരക സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? സൗദി അറേബ്യ, ഖത്തർ, കാനഡ, ഓസ്ട്രേലിയ. പിന്നെ ആൻസർ വരുന്നത് ഓസ്ട്രേലിയ ആണ് അദ്ദേഹത്തിനുള്ള ആദരക സൂചകമായിട്ട് 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്യുന്നത്. ഇനി 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? കൊച്ചി, മുംബൈ, വിഴിഞ്ഞം, വിശാഖപട്ടണം. അപ്പം ആൻസർ വന്നത് വിഴിഞ്ഞാണ്. എല്ലാവരും നോക്കി വെച്ചേക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 25ാമത്തെ ചോദ്യം,
തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. പിന്നെ ആൻസർ വന്നത് ഗുജറാത്തും മധ്യപ്രദേശാണ്. 3 and 5 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 26ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. എ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണിത്. ഓപ്ഷൻ ബി. പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ്. അപ്പോൾ ആൻസർ വന്നത് ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമാണ് മൗണ്ട് അബു, അതും ശരിയാണ്. ഇനി ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ, അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീര സമതലം ഏത്? വടക്കൻ സിർക്കാസ്, മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. പടിഞ്ഞാറ് തീരത്ത് ഉൾപ്പെടാത്ത എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വന്നത് വടക്കൻ സിർക്കാസ് ആണ്. എന്താ വെച്ചാൽ വടക്കൻ സിർക്കാസ് ഉൾപ്പെടുന്നത് ഒഡീഷ തീരത്തൊക്കെയാണ്. കിഴക്കൻ തീരസമതലത്തിൽ വന്നതാണ് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. ഇനി 28ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയം ഖാസി കുന്നുകൾ, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഹിമാലയ പൂർവ്വഘട്ടം, കിഴക്കൻ മലനിരകൾ, ലഡാക്ക്. ആൻസർ വന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഛോട്ടാ നാഗ്പൂർ വന്നത്. അപ്പോൾ ഓപ്ഷൻ ബി. ഇനി 29ാമത്തെ ചോദ്യം. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ. വലിപ്പത്തിനനുസരിച്ച് സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക എന്നതാണ് 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പൊസിഷൻ ഏതാ വരിക? രാജസ്ഥാനാണ് ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാ വരിക? മധ്യപ്രദേശ്. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര. അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി 30ാമത്തെ ചോദ്യം. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഇസ്രായേലിൻ്റെ പ്രസിഡന്റ്, പാലസ്തീൻ്റെ പ്രസിഡന്റ്, UN സെക്രട്ടറി ജനറൽ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആരാണ് ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്? UN സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. ഇനി 31ാമത്തെ ചോദ്യം. പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. ഓപ്ഷൻ ബി. മധ്യപ്രദേശ് മോഹൻ യാദവ്. ഓപ്ഷൻ സി. തെലങ്കാന രേവന്ത് റെഡ്ഡി. ഓപ്ഷൻ ഡി. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. അപ്പം നമ്മുടെ ആൻസർ വന്നത് ഏതാണ്? തെറ്റായതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ ആണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദേവ്സായി എന്ന് പറയുന്നത്. ഇനി 32ാമത്തെ ചോദ്യം. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. റഷ്യ, ഇറാൻ, ഫ്രാൻസ്, നേപ്പാൾ. എൻ്റെ ആൻസർ വന്നത് ഇറാനാണ്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? വിസ ഇളവ് നൽകി. 33ാമത്തെ ചോദ്യം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ. ആന്ധ്രാപ്രദേശ്, ഹരിയാന. ഓപ്ഷൻ ബി. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി. മഹാരാഷ്ട്ര, തമിഴ്നാട്. ഓപ്ഷൻ ഡി. ഹരിയാന, പഞ്ചാബ്. നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ സമയത്ത് നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് കാണും. എവിടെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്? ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ആയിരുന്നു. ഇനി 32ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്. അപ്പോൾ എൻ്റെ ആൻസർ വന്നത് കാസർഗോഡ് എന്തായാലും വരുന്നുള്ളത് അറിയാം. അപ്പോൾ 2 എന്തായാലും ഓപ്ഷനിൽ വേണം. അപ്പോൾ എ അല്ലെങ്കിൽ ബി ആണ്. ഇതിൽ കൂടെ ഉള്ളത്
2 and 3 എന്നാണ് ഇതിൻ്റെ. തൃശ്ശൂർ എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ വന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വന്നത്. കണ്ണൂരും കാസർഗോഡാണ് കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി 35ാമത്തെ ചോദ്യം, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം ഇപ്പോൾ 78 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. നമുക്ക് മനസ്സിലാവും, അഷ്ടമുടി കായൽ ഒഴിച്ച് ബാക്കി എല്ലാ കായലും ശുദ്ധജല തടാകങ്ങളാണ്. 37ാമത്തെ ചോദ്യം, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ശരിയാണ്. ഇനി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ ചേരുന്നത്. അതും ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 38ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി ശരി തന്നെയാണ്. കുറ്റ്യാടി കോഴിക്കോട്, അതും ശരിയാണ്. കല്ലട കൊല്ലം എന്ന് പറയുന്നതും ശരിയാണ്. ഷോളയാർ പാലക്കാടാണോ? അല്ല, തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നത് എന്താണ്? ഷോളയാർ പാലക്കാട് എന്ന് പറയുന്നതാണ് തെറ്റ്. ഇനി 39ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ്, ആറളം. നമുക്കറിയാം ആറളം വന്നത് കണ്ണൂരിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡി. 40ാമത്തെ ചോദ്യം, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? മതികെട്ടാൻ ചോല, ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോലം. അപ്പോൾ ആൻസർ വന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടുകളെ പ്രധാനമായിട്ടും കാണുന്നത്. ഇനി 41ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖം അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും താഴെ തന്നിരിക്കുന്നു. അത് യോജിക്കുന്നവ കണ്ടെത്താമെന്നാണ് പറഞ്ഞത്. ബേപ്പൂര്, കോഴിക്കോട്. അത് ആൻസർ ശരിയാണ്. നമുക്കറിയാം ബേപ്പൂര് കോഴിക്കോട് തന്നെയാണ്. മുനമ്പം എറണാകുളത്താണെന്നുള്ളതെന്ന് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻ തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. 1, 2 ശരിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ 1, 2, 3, 1, 2, 5. ഇതിൽ 5 അല്ലെങ്കിൽ 3 ഓപ്ഷനിന് ശരിയുള്ളത്. അപ്പോൾ ശക്തികുളങ്ങര, ആലപ്പുഴ. നമുക്ക് ഉറപ്പില്ലെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക? 5ാമത്തെ ഓപ്ഷൻ നോക്കുക. അഴീക്കൽ, കൊല്ലം. അത് ശരിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1 to 5 ആണ് വരുന്നത്. 42ാമത്തെ ചോദ്യം, ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്. അപ്പോൾ എൻ്റെ ആൻസർ വന്നത് അത്ലറ്റിക്സ് ആയിട്ടാണ് എം ശ്രീശങ്കർ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി 43ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നോക്കാം ഏതാണെന്നുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. ഇനി 44ാമത്തെ ചോദ്യം, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്ത്യോദയ അന്ന യോജന. എന്താണ് ക്വസ്റ്റ്യൻ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടിയാട്ടോ. അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആയിരിക്കും ആൻസർ എന്നറിയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ പേര് തന്നെ ഉണ്ടല്ലോ, ഗ്രാമങ്ങളിലുള്ളവർക്കാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ബാക്കി രണ്ടും അന്ന യോജനകളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജനയാണ് നമ്മുടെ ആൻസർ പറയുന്നത്. 45ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. 6ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ, ചൈന, അമേരിക്ക, ഇന്ത്യ. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത്
ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. 47ാമത്തെ ചോദ്യം, ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? ആഹാരത്തിന്റെ രുചി അറിയാൻ, പല്ലിന് വ്യായാമം ലഭിക്കാൻ, ദഹനം സുഗമമാക്കാൻ, ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. എന്തായിരിക്കും നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്? ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്: ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. ഏതാണ് ആപ്പിളിലുള്ള ആസിഡ് എന്ന് പറയുന്നത്? മാലിക് ആസിഡാണ് ആപ്പിളിലുള്ളത്. ഇനി 49ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? ആദിത്യ L1, മംഗൾയാൻ, ചന്ദ്രയാൻ, ഗഗൻയാൻ. അപ്പം ആൻസർ ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ഏത്? രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മുടെ ആൻസർ വരുന്നത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്നത് വിരാട് കോഹ്ലിയാണ്. ഇനി 51ാമത്തെ ചോദ്യം, മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, രജനികാന്ത്. പിന്നെ ആൻസർ എന്താ വരുന്നത്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2023 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ ആയിരുന്നു. അല്ലു അർജുൻ്റെ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇനി 52ാമത്തെ ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി. സമ്മർ ഒളിമ്പിക്സ് 2024 നടക്കാൻ പോകുന്നത് പാരീസിലാണ്. പാരീസ് ഒളിമ്പിക്സ് ആണ് ഇനി വരാൻ പോകുന്നത്. 53ാമത്തെ ചോദ്യം, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നമുക്കറിയാം നിശാന്തതയൊക്കെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് അപര്യാപ്തത രോഗമാണ്. ഇനി 54ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏത്? സങ്കര ഇനം നെല്ലിനം: ലോല മാലിക, കിരൺ അർക്ക, സൂര്യ ശ്വേത, പവിത്ര അന്നപൂർണ. ഏതാണ്? പവിത്ര അന്നപൂർണയാണ് നെല്ലിനം എന്ന് പറയുന്നത്. 55ാമത്തെ ചോദ്യം, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന ഏത്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. അത് ശരിയാണ്. മണ്ണിൽ ജലം ഇറങ്ങുന്നത് തടയുന്നു. അതും ശരിയാണ്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. അതും ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ആണോ? ഒരിക്കലും അല്ല. ഫലപുഷ്ടി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 56ാമത്തെ ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകം. കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ. നമുക്കറിയാം കാൽസ്യം ഫോസ്ഫറസുമാണ് എല്ലുകളുടെ പല്ലുകളുടെ വളർച്ചയ്ക്കും നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 56ാമത്തെ ചോദ്യം ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 57ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? സഞ്ചാരിപ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്, ക്വാഗ. പിന്നെ ആൻസർ വന്നത് മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. 58ാമത്തെ ചോദ്യം, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി. അപ്പം എൻ്റെ ആൻസർ വന്നത് കോഴിക്കോടാണ് 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി 59ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? നെല്ല്, ജൈവ വൈവിധ്യം, മണ്ണ്, ചെറുധാന്യങ്ങൾ. നമുക്കറിയാം ഇന്ത്യ റെക്കമെൻഡ് ചെയ്തതനുസരിച്ചിട്ടാണ് 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത്. 2024 ആഘോഷിക്കാൻ പോകുന്നത് ഒട്ടക വർഷമായിട്ടാണ്. ഇനി 60ാമത്തെ ചോദ്യം, ചില ലോഹങ്ങളും അവിടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, അത് ശരിയാണ്. സിങ്ക് ഗലീന, അത് ശരിയാണോ? നമുക്ക് നോക്കാം. ഇരുമ്പ് ഹെമറ്റൈറ്റ്, അത് ശരിയാണ്. കോപ്പർ കുപ്രൈറ്റ്. അപ്പോൾ ആൻസർ വന്നത് എന്താണ്? തെറ്റായത് സിങ്ക് ഗലീന എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി 61ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഉയരം, മാസ്, പ്രവേഗം, ഗുരുത്വാകർഷണ ബലം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് ½mv² ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും മാസും പ്രവേഗവും 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി. 62ാമത്തെ ചോദ്യം, എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗ്ലി ബവെൻഡ്ലി, ലൂയിസ് ഇ ബ്രൂസ്,
അലക്സ് ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്ലിക്ക് കെമിസ്ട്രി, കോവിഡ് വാക്സിൻ, ഓർഗാനോ കാറ്റാലിസിസ്, ക്വാണ്ടം ഡോട്ട്സ്. പിന്നെ ആൻസർ വന്നത് ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സിലുള്ള പരീക്ഷണങ്ങൾക്കാണ്. ഇനി 63ാമത്തെ ചോദ്യം, ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത്. അത് ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതും ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് പോകുന്നവർക്ക് സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് കൊണ്ടാണ് അവർ അതിനുള്ള എക്യുപ്മെന്റ്സുമായിട്ട് പോകുന്നത്. 3ാമത്തെ ഓപ്ഷൻ, സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അതും ശരിയാണ്. പിന്നെ 4ാമത്തെ ഓപ്ഷൻ തന്നെയാണ് തെറ്റ്. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ആണോ? അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഖരത്തിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ സി. 64ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ഓപ്ഷൻ എ ബ്യൂട്ടേൻ, ഓപ്ഷൻ ബി ദ്രാവക അമോണിയ, ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ഓക്സിജനും. എൻ്റെ ആൻസർ വന്നത് ദ്രാവക ഹൈഡ്രജനും ഓക്സിജനും ആയിരുന്നു അവസാന ഘട്ടത്തിലുള്ള ചന്ദ്രയാൻ 3യുടെ ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് എന്ന് പറയുന്നത്. ഇനി 65ാമത്തെ ചോദ്യം, എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ഈ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്, 3 എണ്ണമാണ്. ഇനി 66ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് ശരിയാണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ആണോ? അല്ല. ഹൈഡ്രജൻ ഒരു ലോഹമല്ല. അത് തെറ്റാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. അതും തെറ്റ് തന്നെയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഉള്ള മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം ശരിയായിരുന്നു. അപ്പോൾ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 67ാമത്തെ ചോദ്യം, ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. അപ്പോൾ ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. 68ാമത്തെ ചോദ്യം, കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? മഞ്ഞപ്പിത്തം, മന്ത്, മീസൽസ്, മലമ്പനി. നമുക്കറിയാം മന്തും മലമ്പനിയൊക്കെ കൊതുകുജന്യ രോഗങ്ങളാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി 69ാമത്തെ ചോദ്യം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യമാണിത്. അത് ശരിയാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഉണ്ടോ? ഇല്ല. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. ഊർജ്ജ ഉൽപാദനത്തിൽ സഹായിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സഹായിക്കുന്നു എന്നാണ് പറയുന്നത്, സഹായിക്കുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ വന്നത് 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ. 70ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ബാരോമീറ്റർ, ലാക്ടോമീറ്റർ. ഇതിൻ്റെ ആൻസർ വന്നത് എന്താണ്? സ്റ്റെതസ്കോപ്പാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം. 71ാമത്തെ ചോദ്യം, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. ആണോ? അല്ല. മൂക്കിൽ കൂടെ നൽകുന്ന വാക്സിനുകളും ഇന്ന് ലഭ്യമാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് തെറ്റെന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻ ജസ്റ്റ് വായിച്ചു നോക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിൻ. അത് ശരിയാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. അതും ശരിയാണ്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 72ാമത്തെ ചോദ്യം, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം കാഴ്ച പരിമിതർക്കുള്ള ഉപകരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. 73ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം വൈറസ്, ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം, മലേറിയ ഫംഗസ്, ഡയേറിയ ബാക്ടീരിയ. അപ്പം എൻ്റെ ആൻസർ വന്നത് ഡയേറിയ ബാക്ടീരിയ ആണ് ശരി. ബാക്കിയൊക്കെ തെറ്റാണ്. 74ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക.
ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അതും ശരിയാണ്. അണുബാധ ആണോ? അല്ല. ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളും അല്ല. അപ്പോൾ ആൻസർ വന്നത് 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ. 75ാമത്തെ ചോദ്യം, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വൈറ്റമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ ആൻസർ വരുന്നത് ബി ആണ് തെറ്റെന്ന് പറയുന്നത്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കുന്ന മുൻകരുതലുകൾ ഏതെല്ലാം? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അനുവദിക്കുന്നത്. ശരിയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക, കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഓപ്ഷൻ വന്നത് 1ഉം 4ഉം ആണ് ശരി. 77ാമത്തെ ചോദ്യം, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരൾ. എൻ്റെ ആൻസർ വന്നത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിവൈസ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി 78ാമത്തെ ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ബീഹാർ, ബംഗാൾ, ആസാം, മേഘാലയ. അപ്പം എൻ്റെ ആൻസർ വന്നത് ആസാമാണ്. ആസാമിലെ GI ടാഗ് ലഭിച്ച അരിയാണ് ചോക്കുവ അരി എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റിൽ EG 5.1 എറീസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. പിന്നെ ആൻസർ വരുന്നത് മഹാരാഷ്ട്രയിലാണ് EG 5.1 എറീസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്തത്. 80ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? കാരണം കേരളത്തിലാണ് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്നത്. 81ാമത്തെ ചോദ്യം, 32 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1024 ആയാൽ 0.001024ൻ്റെ വർഗ്ഗമൂലം എത്ര? 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നത് 0.032. ഇനി 82ാമത്തെ ചോദ്യം, 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം? 28 എന്ന ഭാജ്യസംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം ആൻസർ എ ആണ് 6. ഇനി 83ാമത്തെ ചോദ്യം, 3 + 6 + 9 + etc. + 180 എത്ര? 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 5400. ഇനി 84ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബോർഡ് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 35.803. ഇനി 85ാമത്തെ ചോദ്യം, എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായാൽ എക്സ് റേഷ്യോ വൈ കാണുക. അപ്പം എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 8:3 ആണ് ആൻസർ വരുന്നത്. ഇനി 86ാമത്തെ ചോദ്യം, ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം? അപ്പം എൻ്റെ ആൻസർ വരുന്നത് 86 ഓപ്ഷൻ സി ആണ് ചെയ്ത് നോക്കുക. ഇനി 87, 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 87ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഇനി 88ാമത്തെ ചോദ്യം, ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6ാം ദിവസത്തെ കൂലി എത്ര? അപ്പോൾ 88ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 840. ഇനി 89ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 120. ഇനി 90ാമത്തെ അതും ഒരു ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് 90 ബി ആണ് 5. ഇനി 91ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 5/8 ആണ്. ബാക്കിയെല്ലാം ചെയ്ത് നോക്കുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 8/5 തന്നെ കിട്ടും. 92ാമത്തെ ചോദ്യം, 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? അപ്പം ഇക്വേഷൻ വന്നത് n × n - 1/2 ആണ്. അത് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി
45. ഇനി 93-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 121. ഇനി 94-ാമത്തെ ചോദ്യം. BDE, EGH, HGK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, KMN. ഒറ്റയാനെ കണ്ടെത്തുക. 95-ാമത്തെ ചോദ്യം. 8:33, 12:37, 7:22, D 15:46. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് 95-ാമത്തെ ഓപ്ഷൻ എ ആണ്. ബാക്കി എല്ലാ ഓപ്ഷൻസിലും ഫസ്റ്റത്തെ നമ്പർ ഇൻറ്റു 3+1 ചെയ്തേക്കാണ്. 8-ാമത്തെ മാത്രം ഓപ്ഷൻ എ മാത്രം 8 ഇൻറ്റു 3+1 ചെയ്യുമ്പോൾ ആൻസർ കിട്ടില്ല. അപ്പോൾ ഒറ്റയെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 96-ാമത്തെ ചോദ്യം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര? അപ്പോൾ 96-ാമത്തെ ആൻസർ വന്നത് ഓപ്ഷൻ സി 3 ആണ്. 97-ാമത്തെ ചോദ്യം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3-ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6-ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8-ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 97-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 246. സൺ എന്ന വാക്ക് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യും? ഇപ്പം ഇതിൻ്റെ ആൻസർ വന്നത് ഈ ആറിൻ്റെയും ടീൻ്റെ ഇടയിലുള്ള ലെറ്ററാണ് എസ്. ഇനി ടീൻ്റെയും ബീൻ്റെ ഇടയിലുള്ളതാണ് യു എന്ന് പറയുന്നത്. എമ്മിൻ്റെയും ഓൻ്റെ ഇടയിലുള്ളതാണ് എൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഈ പെൻ എന്നുള്ള വേർഡ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 99-ാമത്തെ ചോദ്യം. 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് ഈക്വൽ ടു എത്രയാണ്? 99-ാമത്തെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 100-ാമത്തെ ചോദ്യം. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ സി 216 ആണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ക്ലാസ്. താങ്ക് യു.